സൗരാഷ്ട്രം എന്ന നഗരത്തിൽ അവിടുത്തെ രാജാവിന്റെ ദിവാൻജിയായ ഖാവാ ഗാന്ധിയുടെയും പുത്രിബായിയുടെയും പുത്രനായി ഒരു കുഞ്ഞു ജനിച്ചു. പരീക്ഷ പാസായി മടങ്ങി വന്ന് ബോംബെയിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെക്കേ ആഫ്രിക്കയിൽ ഉള്ള ഒരു ഇന്ത്യൻ കമ്പനി ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി എന്ന കമ്പനിയുടെ കേസ് വാദിക്കുവാനായി തെക്കേ ആഫ്രിക്കയിൽ ഡർബാനിലേക്ക് പോയി. കമ്പനിയുടെ കേസ് വാദിക്കാൻ പോയ മഹാത്മജിക്ക് കമ്പനി കേസ് അല്ല വാദിക്കേണ്ടി വന്നത്. അവിടുത്തെ ഭരണാധികാരികളും ജാതിവറിയന്മാരുമായ വെള്ളക്കാരോടുകൂടി പൊരുതേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹം പുതിയ ജീവിത ബന്ധാവിലേക്ക് വന്നത്. അവിടെ നടന്ന സമരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ശേഷം അദ്ദേഹം 1919 ഒന്നാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇന്ത്യയിൽ മടങ്ങിയെത്തി. അപ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കോൺഗ്രസ് എന്ന സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര രീതിക്ക് പാടെ മാറ്റം വന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിമാരെ മുട്ടുകുത്തിച്ച് കെട്ടുകെട്ടിച്ച് നാട്ടിൽ നിന്നും പമ്പ കടത്താനായി മഹാത്മജി സ്വീകരിച്ച മാർഗങ്ങൾ ലോക ചരിത്രത്തിൽ അത്യപൂർവമായി നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ആയുധങ്ങളും സൈന്യവും വേണ്ടത്രയുള്ളവരും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുമായ വിദേശ ഭരണാധികാരികളോടുകൂടി ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് അവരെ പുറത്താക്കുവാൻ അസാധ്യമെന്ന് കരുതിയ മഹാത്മജി അവർക്ക് തടുക്കാനാകാത്ത പുതിയ ആയുധവിദ്യ കണ്ടുപിടിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2 ആയുധങ്ങൾ? ഒന്ന്, 2500 വർഷങ്ങൾക്ക് മുമ്പേ സർവസൗഭാഗ്യങ്ങളും ഉപയോഗിച്ച് നിത്യസത്യം കണ്ടെത്തിയ ഭഗവാൻ ബുദ്ധന്റെ അഹിംസ. സത്യം എന്ന കാര്യം ശബ്ദ വേദങ്ങൾ നിർവേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അസതോമാ സർഗമയ തമസോമാ ജ്യോതിർഗമയ മറ്റോമാ മൃദംഗമയ. അസത്തിൽ നിന്നും സത്തിലേക്കും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും എന്ന നയിക്കേണമേ എന്നാണ് ആ മന്ത്രം. അതിലെ ആദ്യത്തെ ശബ്ദ എന്ന് പറയുന്നതാണ് സത്യം. ഈ സത്യത്തെക്കുറിച്ച് തന്നെ ഈശോ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന്റെ മുഖം വികൃതമാണ്, സ്വർണ്ണത്തളിക കൊണ്ടത് മൂടി വച്ചിരിക്കുന്നു, നീ അതൊന്ന് മാറ്റൂ, ഞാൻ ഭൂഷാവിന്റെ മുഖം കാണട്ടെ എന്ന്. അപ്പൊ സത്യം അന്നും ഇന്നും എന്നും ആളുകൾക്ക് തലവേദനയാണ്. സത്യത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നതുകൊണ്ട് പലരും സത്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. സത്യം എന്നത് അമൂർത്തമാണ്. അമൂർത്തം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് 2 തരം കാര്യങ്ങളുണ്ട്. ഒന്ന് മൂർത്തവും ഒന്ന് അമൂർത്തവും. കോൺക്രീറ്റും ആബ്സ്ട്രാക്റ്റും. സ്ഥൂലവും സ്ഥൂലം എന്നാൽ സ്ഥലം ആവശ്യമുള്ളത് സ്ഥൂലം, സ്ഥലം ആവശ്യമില്ലാത്തത് സൂക്ഷ്മം. സത്യം സൂക്ഷ്മമാണ്. അങ്ങനെയുള്ള 2 ആയുധങ്ങൾ കൊണ്ടാണ് അദ്ദേഹം സ്വാതന്ത്ര്യം നേടിയത്. അന്നത്തെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ അവിഭക്ത ഇന്ത്യയിലെ ജനകോടികൾ 40 ആയിരുന്നു. ഈ 40 കോടി ജനങ്ങളെ ആയുധമില്ലാതെ അഹിംസാ മാർഗത്തിലൂടെ അതുവരെ കേട്ടിട്ടും കണ്ടിട്ടുമില്ലാത്ത പുതിയ പുതിയ മാർഗങ്ങളിലൂടെ അതിശക്തരായ വെള്ളക്കാരെ ഇവിടെ നിന്നും പറഞ്ഞയച്ച
20-ാം നൂറ്റാണ്ടിലെ അത്ഭുത മനുഷ്യനാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ സമരരീതിയെക്കുറിച്ചും സമരമാർഗങ്ങളെക്കുറിച്ചും അദ്ദേഹം നടത്തിയ പ്രവൃത്തികളെക്കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങിയാൽ 1, 2, 3 മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളല്ല. അതിനെപ്പറ്റി അറിയേണ്ടുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ ആത്മകഥ വായിച്ചാൽ കുറെ മനസ്സിലാക്കാം. പിന്നെ സമരത്തിന്റെ കാര്യം, അതിന് സമര ചരിത്രങ്ങളുണ്ട്, അത് പഠിക്കണം. ഗാന്ധിജി നമ്മോട് യാത്ര പറഞ്ഞിട്ട് ഇപ്പോൾ 76 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 3 തലമുറകളായി. നിങ്ങളൊക്കെ 3ാമത്തെ തലമുറക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ മഹാത്മജിയുടെ മഹത്വം എത്രയുണ്ടെന്ന് അറിയാൻ വളരെ എളുപ്പമല്ല. ഇപ്പൊ പുസ്തക വായന മതിയാക്കിയിരിക്കുന്നത് കൊണ്ടും നിങ്ങളുടെയൊക്കെ സർവ്വ സഹകാരികളായി ഈ ചതുരക്കട്ട കയ്യിലുള്ളത് കൊണ്ടും പുസ്തക വായന ഇപ്പോൾ ഇല്ല. നിങ്ങൾക്കത് പറഞ്ഞു തരുവാൻ നിങ്ങളുടെ അധ്യാപകർ തയ്യാറുണ്ടോ, അവർക്കതിന് ക്ഷമയുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഗാന്ധിജിയെ കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും അറിയണമെങ്കിൽ വളരെ കഠിനമായ ഒരു അധ്വാനം തന്നെ നടത്തണം. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഇന്നുവരെ കേട്ടിട്ടില്ലാത്തതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് പുസ്തകത്തിൽ നിന്നൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ ഇടയില്ലാത്ത ഒരു ഉദാഹരണം. അദ്ദേഹം താമസിച്ചിരുന്ന ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നും ഉപ്പു സത്യാഗ്രഹം നടത്തിയ കഥ. എന്താണ് ഉപ്പു സത്യാഗ്രഹം? ഉപ്പെല്ലാമത്തും വേണം, ഉപ്പില്ലാത്ത വേണം. ഈ ഉപ്പ് ഉപയോഗിക്കുന്നതിന് ബ്രിട്ടീഷുകാരൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അന്യായ വില ചുമത്തിയിരുന്നു. ദുഷ്ടന്മാർ ഇങ്ങനെ ചുമത്തിയാൽ പാവങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഗാന്ധിജി തീരുമാനിച്ചു ഉപ്പിന്റെ നികുതി കുറക്കണം, ഇല്ലാതാക്കണം. അതിന് പറഞ്ഞാലൊന്നും ബ്രിട്ടീഷുകാർ വകവയ്ക്കില്ല, അവർക്ക് പൈസ വേണ്ടി. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിന് ഇറക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ഉപ്പുണ്ടാക്കാൻ പോവുകയാണ്. കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കി എടുക്കാൻ പോവുകയാണെങ്കിൽ നികുതി കുറയ്ക്കണം. ഒടുവിൽ അദ്ദേഹം ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു, ദണ്ഡി യാത്ര. അപ്പോ യാത്ര പോകാൻ അദ്ദേഹം പ്രഖ്യാപിച്ചെങ്കിലും ആര് വരും കൂടെ എന്നൊന്നും അദ്ദേഹം ആലോചിച്ചില്ല. ഞാൻ പോവും, കടൽവെള്ളം കോരും, ചൂടാക്കും, ആവിയാക്കും, ഉപ്പെടുക്കും, അത്ര തന്നെ. അത് തീരുമാനിച്ചു. അങ്ങനെ ആ പല്ലില്ല വൃത്തൻ വടിയും കുത്തി നടന്നപ്പോൾ ആയിരങ്ങൾ പിന്നാലെ കൂടി. നമ്മുടെ ഇവിടെ നിന്നും പോലും ആളുകൾ പോയി. അവരെ എല്ലാം ബ്രിട്ടീഷുകാര് തോക്കിന്റെ പാർട്ടി കൊണ്ട് ഇടിച്ചു സമ്മതിയാണ്. പക്ഷേ ഗാന്ധിജി അതുകൊണ്ടൊന്നും പിന്മാറിയില്ല. അദ്ദേഹം കടൽ വെള്ളം എടുത്ത് തിളപ്പിച്ച് ആദ്യാക്കി ഉപ്പുണ്ടാക്കി. ആ ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷുകാരന്റെ കണ്ണു തുറപ്പിച്ചു. അതിന്റെ ഫലമായി ഇംഗ്ലണ്ടിൽ വട്ടമേശ സമ്മേളനം വിളിച്ചു. സമാധാനത്തിനുള്ള സമ്മേളനം. ഗാന്ധിജിയും കൂട്ടരും വട്ടമേശ സമ്മേളനത്തിനെത്തി. എന്തിനാണ് ഈ വട്ടമേശ സമ്മേളനം? അല്ലാത്ത മേശയിരുന്നാൽ 2 വിഭാഗമാകും, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും. അത് വരാതിരിക്കാൻ തുല്യതയ്ക്ക് വേണ്ടിയാണ് വട്ടമേശ സമ്മേളനം. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കൂടി മഹാത്മജിയും അനുയായികളും ഒരു വശത്തും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും മറ്റുള്ളവരും നേരെ എതിരെയും ഇരുന്നു. സമ്മേളനം തയ്യാറായി. സമ്മേളനം തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ മഹാത്മജി പറഞ്ഞു, ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് കോൾഡ് വാട്ടർ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചു. എല്ലാവരും വെള്ളം കുടിക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗാന്ധിജി ഉടനെ ആ ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കില്ല. പതുക്കെ തന്റെ മടിക്കു കഴിച്ച് അതിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെറിയ പൊടിയെടുത്തു. അപ്പോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്താ കാര്യം?
എന്താണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം? ആർക്കും അറിഞ്ഞുകൂടാ. സകല കണ്ണുകളും ഗാന്ധിജിയിലേക്ക് തിരിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം മടിയിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്തു. ആ പൊതിയെടുത്തു, കടലാസ് നിവർന്നു. അതിൽ നിന്നും വെളുത്ത കൽക്കണ്ട് പോലുള്ള ഒരു വെളുത്ത കഷണം എടുത്തു. രണ്ട് വിരലുകൊണ്ട് പിടിച്ച് എല്ലാവരെയും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, "This is the crystal of salt that I manufactured at Dundee." എന്ന് പറഞ്ഞു. അപ്പോ ഡണ്ടിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഉപ്പാണ് അത്. as a protest, I am putting it into this drop of water. ഇതായിരുന്നു ഗാന്ധിജിയുടെ സമര രീതി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മറ്റൊക്കെ അംഗങ്ങൾ മൂക്കത്തിൽ വിരലടിച്ചുപോയി. ഇതൊരു അത്ഭുത മനുഷ്യൻ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഫലമായി ചർച്ചകളുടെ രീതി തന്നെ മാറി. 1935 ഇന്ത്യ ആക്ട് വന്നു. പിന്നെ സമരം കൂടിക്കൂടി വന്നു. 42 ഗാന്ധിജി പറഞ്ഞു, ഇനിയിപ്പോ ഇതുവരെ പറഞ്ഞതൊക്കെ മതിയാക്കി വയ്ക്കും, അതൊന്നും വേണ്ട, ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ. അതിപ്പോ പറഞ്ഞ് ഡു ഓർ ഡൈ. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ മരിക്കുക. അപ്പൊ സമരം മൂത്തു. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പൊ ഒരു കുഴപ്പം വന്നു. രണ്ടാം ലോകയുദ്ധം വന്നപ്പോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന കെരിംബർലിനെ മാറ്റി വിൻസ്റ്റൺ ചർച്ചിൽ എന്ന യാഥാസ്ഥിതികൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. വിൻസ്റ്റൺ ചർച്ചിലിന് ഗാന്ധിജിയെ കുറിച്ച് വലിയ വെറുപ്പ് അകറ്റയായിരുന്നു. ഹാഫ് നേക്കഡ് ഫക്കീർ, അർദ്ധനഗ്നനായ ഫക്കീർ എന്നാണ് ഗാന്ധിജി വിളിച്ചത്. ആ കാലത്ത് ഒരിക്കലും സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് യുദ്ധത്തിന്റെ ഇഷ്ടമയിൽ സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും സമരം തുടർന്നുകൊണ്ടേയിരുന്നു. ക്യാബിനറ്റ് മിഷനും ക്രിപ്സ് മിഷനും പല സംഘങ്ങളും ഇവിടെ വന്നു, ചർച്ച നടത്തി. പക്ഷേ അപ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമുക്കൊരു ഭാരമല്ല. ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഏകഭാരതമല്ല, മതത്തിന്റെ പേരിൽ ഇവിടെ രണ്ടായി മുറിക്കണമെന്ന് പറഞ്ഞു. വായിലെ അസം മുഹമ്മദ് അലി ജിന്നായുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് എന്ന സംഘടന രണ്ടായി മുറിക്കണമെന്നുള്ള വാശി. ബ്രിട്ടീഷുകാർക്ക് അത് ഒരു സൗകര്യമാണ്. അതിന്റെ പേരിൽ സ്വാതന്ത്ര്യം നൽകുന്നതിന് നിത്യം നേടിക്കൊണ്ടുപോയി. ഗാന്ധിജി ഒരിക്കലും അതിൽ സമ്മതിക്കുന്നില്ല. ഒടുവിൽ കോൺഗ്രസിന്റെ പകർത്തമ്മമാരെല്ലാം കുറിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജനസംഖ്യ കണക്കെടുത്ത് ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചു കൊണ്ടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയത്. 1945 രണ്ടാം ലോക യുദ്ധം തീർന്ന ഉടനെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചർച്ചിലിനെ മാറ്റുകയും പകരം ലേബർ കക്ഷി നേതാവായ ക്ലെമന്റ് ആറ്റ്ലി അധികാരത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം ഉടൻ തന്നെ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചു. 1947 ആഗസ്റ്റിന് 15 മുമ്പായി എല്ലാ കാര്യങ്ങളും ഒതുക്കി 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിരിക്കും. പക്ഷേ ഒരു കാര്യം, ഇന്ത്യക്ക് മുഴുവൻ സ്വാതന്ത്ര്യം നൽകുവാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമില്ല. കാരണം ഇന്ത്യ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലല്ല. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രസിഡൻസികൾ മദ്രാസ്, UP, ബംഗാൾ, ബോംബെ, സെൻട്രൽ പ്രോവിൻസ്, യുണൈറ്റഡ് പ്രോവിൻസ് എന്നീ ഘടകങ്ങളെല്ലാം 529 നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം 1805 സബ്സിഡിയറി ഉടമ്പടി പ്രകാരം കൂട്ടിക്കെട്ടി വിട്ടതാണ്. അങ്ങനെ നാട്ടുരാജാക്കന്മാർക്ക് സ്വാതന്ത്ര്യവും ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലത്തിന് സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ടാണ് സ്വാതന്ത്ര്യം തന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരനൊരു കണക്കുകൂട്ടമുണ്ടായിരുന്നു, നമ്മൾ സ്വാതന്ത്ര്യം കഴിച്ചിട്ട് പോയാൽ ഈ നാട്ടുരാജാക്കന്മാർ പഴയ പോലെ തമ്മിലടിക്കും, അപ്പൊ പിന്നെയും നമുക്ക് സുഖമാകും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതിന് കാരണം ഒരു മലയാളി കൂടിയാണെന്ന് പറയാം. പാലക്കാട്ടെ ഒറ്റപ്പാലത്തെ ഒരു മലയാളി, 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു മലയാളി. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ആദ്യം
വേലത്തുകാരൻ കൃഷ്ണസ്വാമിയെ മാത്രം കമ്പുണ്ണി രക്ഷാവും അടിച്ച് വെളിയിലൊക്കെ വന്നിട്ടാണ് പള്ളിക്കുളത്തിൽ. ആ മനുഷ്യൻ അവസാനം വൈസ്രായേലിലെ പൊളിറ്റിക്കൽ അഡ്വൈസറായി മാറി സ്വാതന്ത്ര്യം കിട്ടി.